ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകയുടെ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊണ്ടുപോകും. അവർക്ക് കലോത്സവം വരുവാണ്. അപ്പോൾ അവിടെ കൈകൊട്ടി കളിക്ക് വൈക ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൾക്ക് ആദ്യമായിട്ടാണ് ബ്ലൗസ് തുന്നിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്കിവിടെ അത്ര പ്ലേസസ് ഒന്നും അറിയില്ല, ഇങ്ങനെ എവിടെയാണ് ബ്ലൗസ് തയ്ക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴെന്താ, ഞാൻ കയറി ചെന്നതൊരു ബുട്ടിക്ക്, ഭയങ്കര എൻ്റെ അമ്മ പിള്ളേർ അപ്പോൾ ഒരു സ്റ്റുഡിയോയിലേക്കാണ് ഞാൻ കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ ഇതൊക്കെ കണ്ടു. പക്ഷേ ഇറ്റ് വാസ് വെരി കോസ്റ്റ്ലി. നമുക്കറിയാം, ഒരു തിരുവാതിര കളിക്ക് വേണ്ടിയിട്ട് അത്രയും കോസ്റ്റ്ലി ഉള്ളത് വേണ്ട. പക്ഷേ ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാൻ അത് നോക്കി. ഇപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്, അവരുടെ വീട്ടിലാണ്. നിങ്ങൾക്കിപ്പോൾ ലൈറ്റ്സൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളൂർ പെരുന്നാളാണ്. അപ്പം അത് ഭയങ്കര വലിയ ആഘോഷമാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ വീടുകളിൽ എടാ ഒന്നെങ്കിൽ നീ പറ. നിങ്ങളൊന്ന് അത് പറയാൻ പോലും അറിയില്ല. ഞങ്ങൾ പെരഞ്ഞായിക്ക് പോകുക എന്നാണ് പറയുന്നത്. സോ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഞാൻ ഓരോ വീടുകളുടെ ഇത് കാണിച്ചു തരാം. അപ്പോൾ എവിടെയാണ് നിർത്തിയത്? ഞാനപ്പോൾ അങ്ങനെ ആ ബുട്ടിക്കിൽ കയറി. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി അടുത്ത സ്ഥലം നോക്കി. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സ്റ്റിച്ചിങ് സ്ഥലമാണ് സൗത്ത് പെർണിക്ക. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി കൊടുത്ത് ഇപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ കഥ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരൂ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് സീ ദി സ്റ്റിച്ചിങ് സെൻറ്റർ ആൻഡ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളൂർ പെരുന്നാളിന് വേണ്ടി ഓരോ വീടുകളുണ്ട് ഇതുപോലുള്ള ലൈറ്റ്സ് ഇടുന്നുണ്ട്. എന്ത് രസമാണ് നോക്കൂ. എല്ലാ വീടുകളിലും ഉണ്ട്, പക്ഷേ ചില ആൾക്കാർ മാത്രമേ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ അല്ലേ, നോക്കൂ, അടിപൊളി, നല്ല രസമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇത് അടുത്ത വീട് കാണാം. അവിടെ മറ്റേത് യെല്ലോ കളറാണ്, ഇതൊരു വൈറ്റ് കളറാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഗ്രീൻ ലൈറ്റാണ്. നൈസ്, കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉള്ളൂർ പെരുന്നാൾ കാണാൻ പോകുന്നത്. അത് എന്നാണ് വൈക? 24th ആണെന്നാണ് പറയുന്നത്. 22nd തൊട്ട് തുടങ്ങും. അപ്പോൾ പറ്റിയാൽ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ആ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. വീട്ടിലൊക്കെ സ്റ്റാറൊക്കെ ഇപ്പോഴേ തൂക്കിയോ. അകത്തൊക്കെ ലൈറ്റ്സ് ഉണ്ട്, ഇവിടെയും ലൈറ്റ്സ്. മഴയും പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത് കുരിയച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ബൊട്ടീക്കുള്ളത് ചിയാരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യം നമ്മൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെരി ബ്യൂട്ടിഫുൾ. അവിടെ നല്ല ഭംഗിയുള്ള ഗൗൺസും, അതായത് വെഡിങ് ബ്രൈഡലിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നോക്കി, റിവ്യൂ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ആ മൊമെൻറ്റിൽ അത് വേണ്ടായിരുന്നു. ജസ്റ്റ് ഫോർ കൈകൊട്ടി കുറിക്കുകയോ അതിൻ്റെ ആവശ്യമില്ല. വല്ല കല്യാണമോ അങ്ങനെ വല്ല ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ തയ്ക്കാവുന്നതാണ്. നല്ല ട്രാഫിക് ഉണ്ട് ഈ സമയം. എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഒരു പള്ളി കാണാം. ആൻഡ് ഇവിടെ നമ്മൾ ഈ താമസിക്കുന്നത് ഇഷ്ടം പോലെ പള്ളികളാണ്, ഒരുപാടുണ്ട്. ഇതെനിക്കൊന്ന് സെൻറ്റ് ജോസഫ് പള്ളിയാണ് ഈ കാണുന്നത്. സോ നമ്മൾ സ്ഥലമെത്തി, നമ്മുടെ സൗത്ത് പെർണിക്ക എത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുത്തത് ഗൈസ്. ഈ കാണുന്ന സ്ഥലത്താണ് സൗത്ത് പെർണിക്ക ലേഡി സ്റ്റിച്ചിങ്. ഇവിടെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ 2 സാരിയും കൊടുത്തിട്ടുണ്ട് തയ്ക്കാൻ. ഇതെനിക്ക് സന്ദീപ് വാങ്ങി തന്നെ, ഇത് മഹേഷ്. പള്ളിയുടെ ഫ്രണ്ടിൽ കൂടാണ് ഗൈസ് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലൗസൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസും കൊടുത്തിട്ടുണ്ട്. അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അവർ സ്റ്റിച്ചിങ് ഒക്കെ സൂപ്പറാണ് ഗൈസ്. ഇവിടെ ഒരാൾ ബോബ വേണം എന്ന് പറയുന്നത്. നോക്കട്ടെ ബോബ പോകാൻ പറ്റുമെന്ന്.
ആൻഡ് യെല്ലോ ഓറഞ്ച്. ഏതാ വേണ്ടേ? സോ ഗൈസ്, നമ്മൾ ഇവരുടെ നിർബന്ധത്താൽ നമ്മൾ വീണ്ടും ബോബയിലേക്ക് വന്നിരിക്കാം. ആരാ പറഞ്ഞ? എന്തൊരു ആക്രാന്തമാണ് ഗൈസ്. വരാം. അങ്ങനെ അവരുടെ ബോബയൊക്കെ എടുത്തിട്ട് അവരെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. സോ ഗൈസ്, നമ്മൾ ബോബയിൽ വന്നിട്ട് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ട് യമ്മി ഗൈസ്. നിങ്ങൾ തൃശ്ശൂർ വരുവാണെങ്കിൽ everybody please do visit this Boba Live. It's in Kuttalur. Near Highlight. Near Highlight. നമുക്ക് ഏറ്റവും നല്ല ഫ്ലേവർ അമ്മണി ചൂസ് ചെയ്താൽ എന്ത് വരുന്നത് ടാറോ മിൽക്ക്. ഞങ്ങളൊരു ഹണി ഫ്ലേവർ ഹണി ഇട്ടു, പക്ഷേ ഹണി അല്ലത് അത് കൂട്ടാൻ വരുവാണ്. അത് ഒരു ബോബ മാത്രം. അപ്പോൾ കഴിച്ച് ഇനി അടുത്ത് നമ്മൾ ഇതിൽ കഴിഞ്ഞു. നല്ലൊരു ആംബിയൻസ് ആണ്. എല്ലാവരും വരാം. നല്ല ഒരു പിങ്ക് മയാണ് ഇവിടെ എല്ലാം. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം നിങ്ങൾക്കിപ്പോൾ നോക്കാം, കാറിനകത്ത് ഒരാൾ ബോബ ടീ കുടിക്കുന്നത് അല്ലേ? പക്ഷേ എക്സാക്ട്ലി അത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഷാഡോ ആണ് കാണുന്നത്. നല്ല രസമല്ലേ? അത് രസമുണ്ട്. അവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ബോബ ടീ കഴിക്കുന്നു. അതെ അടിപൊളിയായിട്ട്. ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അതാ പെന്നിലും കൂടെ കയറിയിട്ടേ നമ്മളെ വിടും. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അത് മാത്രം ഇനി മുടക്കുന്നില്ല. പെന്നിയിൽ പോയിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം കൂടെ, ഭയങ്കര മഴയത്തൊരു ഐസ്ക്രീം കഴിച്ചാൽ നന്നായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു പെന്നി. വാട്ടർമെലൺ വേണോ അത് സ്ട്രോബെറി വേണോ? സോ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്തില്ല. അപ്പോഴേക്കും ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി കയറി. ഞാൻ ബ്ലൂബെറിയാണ് എടുത്തത്. ഒരു റിയൽ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ അതിനകത്ത് കിട്ടും. ജസ്റ്റ് ഫ്ലേവർ അല്ല ചേർക്കുന്നത്. യമി. എന്താ അതിനിവിടെ നല്ല ഒരു ആംബിയൻസ് ആണ്. ഞാൻ ഇഷ്ടപ്പെടും. സോ ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അവൻ ബോബ ജ്യൂസോ എന്തായാലും പറഞ്ഞു ബോബ ടീ അതും കഴിച്ചു. നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐസ്ക്രീം കഴിച്ചു, ക്യാൻഡി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞു, ഇനി വീട്ടിൽ പോവാണ്. അപ്പം വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ ഗൈസ്. പിന്നെ മറക്കരുത്, ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ളവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.